Welcome to online session of manufacturing process. We are going to start our third module, first chapter, structure of material. നമുക്കറിയാം 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഉണ്ട്: സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അതിൽ സോളിഡാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോളിഡിൽ ഗ്യാസിനെയും ലിക്വിഡിനെയും കമ്പയർ ചെയ്യുമ്പോൾ ആറ്റംസ് ആർ ക്ലോസ്ലി പാക്ക്ഡ്. ഇനി സോളിഡിൽ തന്നെ ധാരാളം മെറ്റീരിയൽസ് ഉണ്ട്: ഗ്ലാസ്, സാൻഡ്, വുഡ്, ക്ലോത്ത്, ധാരാളം മെറ്റീരിയൽസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം സ്ട്രക്ചർ വ്യത്യസ്തമാണ്. സ്ട്രക്ചർ വ്യത്യാസമായതുകൊണ്ടാണ് അതിൻ്റെ പ്രോപ്പർട്ടീസും ഡിഫറെൻ്റ് ആണ്. മെയിനായിട്ട് ഈ ക്രിസ്റ്റൽ സ്ട്രക്ചറിൻ്റെ ബേസിൽ മെറ്റീരിയൽസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ്. ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ ഹൈലി ഓർഡേർഡ് ആയിരിക്കും, ഒരു സ്ട്രക്ചേർഡ് മാനറിലായിരിക്കും, അതിനൊരു സ്പെസിഫൈഡ് സ്ട്രക്ചർ ഉണ്ടാവും, ഒരു ജോമെട്രി ഉണ്ടാവും. അമോർഫസ് എന്ന് പറഞ്ഞാൽ അത് നോൺ ക്രിസ്റ്റലൈൻ ആയിരിക്കും, അത് ഡിസോർഡേർഡ് ആയിരിക്കും. നമുക്ക് അടുത്ത ഫിഗറിൽ കാണാം. ഈ ഫിഗർ നോക്കൂ, ക്രിസ്റ്റലൈൻ്റെ ഫിഗർ നോക്കൂ. ഇതിൽ ഇത് സ്ട്രക്ചറായിട്ടാണ്, കറക്റ്റ് ഓർഡറിലാണ്, അല്ലെങ്കിൽ ഒരു റെപ്പിറ്റീഷനാണ് അതിൽ ഓരോ അതിൻ്റെ ഇതും സ്ട്രക്ചറും അടുക്കി വെച്ചേക്കുന്നത്. അമോർഫസ് ശ്രദ്ധിക്കൂ, അതിനൊരു സ്പെസിഫിക് ജിയോമെട്രി ഇല്ല, അതോടൊപ്പം അത് ഇറഗുലർ മാനറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് ക്രിസ്റ്റൽ എന്താണെന്ന് പറയുന്നു. Crystal is a solid in which the atoms are arranged in some regular repetition pattern in 3 dimension. ക്രിസ്റ്റലൈൻ സോളിഡ്സ് മെറ്റൽസ് ആവാം, അതുപോലെ നോൺ മെറ്റൽസ് ആവാം. പക്ഷേ എല്ലാ മെറ്റൽസും ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. എക്സാമ്പിൾ: കോപ്പർ, അലൂമിനിയം, അയൺ. നോൺ മെറ്റൽസായ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറുള്ള മെറ്റീരിയൽസും ഉണ്ട്. അതിന് എക്സാമ്പിളാണ് സിമൻറ്റ്, സെറാമിക്സ്. പിന്നെ നമ്മൾ പറഞ്ഞു അമോർഫസ് മെറ്റീരിയൽ ആണ്. നോൺ ക്രിസ്റ്റലൈൻ അല്ലാത്ത എല്ലാ മെറ്റീരിയലിനെയും നമ്മൾ അമോർഫസ് ആയിട്ടാണ് കാണുന്നത്. അത് ഡിസോർഡർ ആയിരിക്കും, അതിനൊരു കറക്റ്റ് ജോമെട്രി ഉണ്ടാവില്ല, ഡിസിമിലർ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതിനെയാണ് നമ്മൾ അമോർഫസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഗ്ലാസ്, പ്ലാസ്റ്റിക്, റബ്ബർ എക്സെട്ര. ഇനി ഈ ഓരോ സ്ട്രക്ചറും അടുക്കി വെച്ചേക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു യൂണിറ്റിനാണ് യൂണിറ്റ് സെൽ എന്ന് പറയാം. സ്പേസ് ലാറ്റിസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഫിഗർ, ഈ ത്രീ ഡയമെൻഷണൽ ജോമെട്രി, ഒരു ഇമാജിനറി ലൈൻസ് കൂടിയ ഒരു 3D പിക്ചറിനെയാണ് നമ്മൾ സ്പേസ് ലാറ്റിസ് എന്ന് പറയാം. സ്പേസ് ലാറ്റിസ് ഈസ് എ 3 dimensional നെറ്റ്വർക്ക് ഓഫ് ഇമാജിനറി ലൈൻസ് കണക്റ്റിംഗ് ദ ആറ്റംസ് ഇൻ എ ക്രിസ്റ്റൽ. ഈ സ്പേസ് ലാറ്റിസിലെ ഓരോ യൂണിറ്റിനെയാണ് യൂണിറ്റ് സെൽ എന്ന് പറയുക. അങ്ങനത്തെ ധാരാളം യൂണിറ്റ് സെല്ലുകൾ കൂടി ചേർന്നതാണ് ഒരു സ്പേസ് ലാറ്റിസ്. യൂണിറ്റ് സെല്ലിന് 6 പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ ഓരോ ഒരു ക്യൂബിക്കൽ സ്ട്രക്ചറാണ്. അതിൻ്റെ ഓരോ വശങ്ങളുടെയും ലെങ്ത്ത്, ജോമെട്രിയുടെ ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ്, അതിന് ABC എന്നും 3 ആംഗിൾസ്, XYZ ആക്സിസ് ആയിട്ട് ഉണ്ടാകുന്ന ആംഗിളുകൾ ആൽഫ, ബീറ്റ, ഗാമ. ഇത്രയും 6 പാരാമീറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽ സ്ട്രക്ചർ. 4 ടൈപ്പ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉണ്ട്. സിമ്പിൾ ക്യൂബിക്, ഈ ഫിഗറിൽ കാണുന്ന സിമ്പിൾ ക്യൂബിക്, ഒരു ക്യൂബിൻ്റെ 8 കോർണറിൽ ഓരോ ആറ്റം. ബോഡി സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ ആ സിമ്പിൾ ക്യൂബിൻ്റെ കൂടെ അതിൻ്റെ ബോഡിയുടെ സെൻറ്ററിൽ, ആ ക്യൂബിൻ്റെ സെൻറ്ററിലും കൂടെ ഒരു ആറ്റം. ഇനി ഫേസ് സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ എല്ലാ കോർണറിലും അതോടൊപ്പം 6 ഫേസിലും ഓരോ ആറ്റം. ഇതാണ് ഫേസ് സെൻറ്റേർഡ്. ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് എന്ന് പറയുന്നത് ഒരു നമുക്ക് പഠിക്കാം, അടുത്ത സ്ലൈഡിലുണ്ട്. ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് ഹെക്സഗണൽ ആയിരിക്കും അതിൻ്റെ ഷേപ്പ്. ബാക്കി 3 ക്യൂബിക്കലാണ്. സിമ്പിൾ ക്യൂബിൻ്റെ ഇതാണ്, 8 കോർണറിലുണ്ടാവും. അത് 8 കോർണറിലുള്ള അത് അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് യൂണിറ്റ് സെല്ലായിട്ട് അത് ഷെയർ ചെയ്യും. ആ 8 ഓരോ കോർണറിലുള്ള ആറ്റംസ് ഇതിൻ്റെ
പാരാമീറ്റേഴ്സ് എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ക്യൂബ് ആയതുകൊണ്ട് എയും ബിയും സിയും ഈക്വൽ ആയിരിക്കും. അതുപോലെ ആൽഫ ബീറ്റ ഗാമ 90 ഡിഗ്രി ആയിരിക്കും. ക്യൂബാണ്, അതിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല ക്യൂബിക്കൽ സ്ട്രക്ചറിന്. പിന്നെ ബി സി സിയെ കുറിച്ച് പറയുന്നത്, ബി സി സി നമ്മൾ പറഞ്ഞു 8 കോർണറിലും അതോടൊപ്പം ബോഡിയുടെ സെൻറ്ററിലും. റൂം ടെമ്പറേച്ചറിൽ അയണ് ബി സി സി സ്ട്രക്ചറിലാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം മറ്റ് മെറ്റീരിയൽ വനേഡിയം, മോളിബ്ഡിനം, ടങ്സ്റ്റൺ, ക്രോമിയം, ബേരിയം എക്സെട്ര ഇതെല്ലാം ബോഡി സെൻറ്റേർഡിൻ്റെ എക്സാമ്പിൾസാണ്. ഇനി ഫേസ് സെൻറ്റേർഡ്. ഫേസ് സെൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ 8 കോർണറിലും ഉണ്ടാവും, 6 ഫേസിലും ഓരോ ആറ്റംസ് ഉണ്ടാവും. അതിൻ്റെ പാരാമീറ്റേഴ്സ് എ ഈക്വൽ ടു ബി ക്യൂബ് ആയതുകൊണ്ട് സെയിം ആയിരിക്കും. എഫ് സി സി സ്ട്രക്ചർ മോർ ഡെൻസ്ലി പാക്ഡ് ദാൻ ബി സി സി സ്ട്രക്ചർ. കുറച്ചും കൂടെ ഡെൻസ്ലി പാക്ഡ് ആണ്. കാരണം കുറച്ചും കൂടെ ഒരു ഇതിന് മറ്റ് തൊട്ടടുത്തുള്ള അഡ്ജസ്റ്റൻസ് എല്ലാം ആയിട്ട് ഒന്നും കൂടെ പിടുത്തുണ്ടാവും. ദ മെറ്റൽസ് പൊസസിങ് ദ സ്ട്രക്ചർ ആർ കോപ്പർ, അലൂമിനിയം, ലെഡ്, സിൽവർ. ഇത്രയും മെറ്റീരിയൽ എഫ് സി സിയിലാണ് കാണപ്പെടുന്നത്. ഇനി ഹെക്സഗണൽ ക്ലോസ് പാക്ഡ്. ഇതാണ് ഹെക്സഗണൽ ക്ലോസ് പാക്ഡ്. ഒരു ഹെക്സഗണാണ് 2 ഫേസിൽ. ആ 2 ഫേസ് ഹെക്സഗണിലെ 6 കോർണറിലും ഓരോ ആറ്റംസ് 2 സൈഡിലും ടോപ്പിലും ബോട്ടത്തിലും. അതോടൊപ്പം ആ ഫേസിൻ്റെ ഓരോ ഹെക്സഗണിലെ ഫേസിൻ്റെ സെൻറ്ററിൽ ഓരോ ആറ്റംസ്. പിന്നുള്ളത് ഓപ്പോസിറ്റ് ഫേസുകളുടെ ആ റോംബസിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് വരച്ച് പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്ന ഓരോ ഫേസിൻ്റെ ഓപ്പോസിറ്റ് പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്നിടത്ത് ഓരോ ആറ്റംസ്. ഇങ്ങനെ അതാണ് ഈ 3 ആറ്റംസ് ട്രയാങ്കിൾ ഷേപ്പിൽ കാണുന്നത്. ഇതാണ് HCP സ്ട്രക്ചർ. ഇത് കാണുന്നത് മെഗ്നീഷ്യം, ബെറിലിയം, കാൽസ്യം, സിങ്ക്, കാഡ്മിയം ആൻഡ് ടൈറ്റാനിയം. ഇതെല്ലാം ഹെക്സാഗണൽ ക്ലോസ് പാക്ഡ് ആണ് കാണുന്നത്. ഇതിൽ ഡിഫറൻറ്റ് വരുന്നത് എയും ബിയും സെയിം ആണ്, സി സെയിം അല്ല. ഈ ഹൈറ്റ് ഒരിക്കലും സെയിം അല്ല, ക്യൂബ് അല്ലാത്തതുകൊണ്ട് സി സെയിം അല്ല. പിന്നെ ആൽഫയും ബീറ്റയും 90 ഡിഗ്രിയാണ്. ഗാമ എന്ന് പറഞ്ഞ ആംഗിൾ 120 ഡിഗ്രിയാണ്. ഹെക്സഗണലിലെ ഇതായതുകൊണ്ട് 120 ഡിഗ്രിയാണ്. ഇത്രയാണ് ഡിഫറൻസ് ഉള്ളത്. ഇനി ക്രിസ്റ്റലൈസേഷൻ. എന്താണ് സിമ്പിളായിട്ട് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ സോളിഡിഫിക്കേഷൻ പ്രോസസ്സാണ്. മോൾട്ടൻ മെറ്റലിൽ നിന്ന് അത് സോളിഡ് സ്റ്റേറ്റ് ആവുന്ന അവസ്ഥയ്ക്കാണ് സിമ്പിളായിട്ട് പറയുകയാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുക. കാരണം ലിക്വിഡ് ആയിട്ടുള്ള ഇപ്പോൾ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ, ഇപ്പോൾ ഇരുമ്പ്, അയൺ നമ്മൾ നന്നായിട്ട് ചൂടാക്കി അത് ഉരുകി മോൾട്ടൻ അവസ്ഥയിലെത്തും. അത് തണുത്ത് കഴിഞ്ഞാൽ കുറേശ്ശെ തണുത്ത് വരുമ്പോൾ അതിങ്ങനെ സോളിഡിഫൈ ആയിട്ട് വരും. ഇതിനെയാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുക. ഈ ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സിന് 2 സ്റ്റേജായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ന്യൂക്ലിയേഷൻ സ്റ്റേജും രണ്ടാമത്തേത് ഗ്രോത്ത്. ന്യൂക്ലിയേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഫിഗർ നോക്കുക. ന്യൂക്ലിയേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നതാണ്. ഇത് മോൾട്ടൻ ലിക്വിഡാണ്, മോൾട്ടൻ മെറ്റലാണ്. ഈ മോൾട്ടൻ മെറ്റലിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ കാരണം ഇങ്ങനെ കുറച്ച് ആറ്റംസും മോളിക്യൂൾസൊക്കെ ഇങ്ങനെ കൂടിച്ചേർന്നിട്ട് അവിടെ ഒരു ന്യൂക്ലിയസ് ഫോം ചെയ്യും. ആദ്യം ഈ സോളിഡിഫിക്കേഷൻ വലിയ ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സിൻ്റെ ആദ്യം നടക്കുന്ന പ്രോസസ്സാണ്. ഒരു ന്യൂക്ലിയസ് ഫോം ചെയ്യും. ആ ന്യൂക്ലിയസിനോട് ചുറ്റിപ്പറ്റി അടുത്തിങ്ങനെ തണുത്ത് വരുമ്പോൾ ആ ന്യൂക്ലിയസിൻ്റെ ഇതിനാണ് ന്യൂക്ലിയേഷൻ എന്ന് പറയുക. പിന്നെ ആ ന്യൂക്ലിയസിൻ്റെ സൈസ് ഇങ്ങനെ ലാർജ് ആവും. അതാണ് ഈ ഫിഗറിൽ കാണുന്നത്. വീണ്ടും തണുക്കുമ്പോൾ അതിനടുത്തുള്ള ഇതും കൂടെ തണുത്ത് ഇതിനോട് ഈ ന്യൂക്ലിയസിൻ്റെ സൈസ് കൂടും. അങ്ങനെ ഇതിനെയാണ് ന്യൂക്ലിയേഷൻ്റെ ഗ്രോത്ത് എന്ന് പറയുക. അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിന് ഗ്രോത്ത്. അങ്ങനെ ഇത് ഇൻക്രീസ് ചെയ്ത് ഗ്രെയിൻ ഫോം ചെയ്യും. ഇതിനെയാണ് ഗ്രെയിൻ എന്ന് പറയുക. അങ്ങനെ ലാസ്റ്റ് ഇത് ഈ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള സാധനം സോളിഡായിട്ട് മാറും. ഇതിനെയാണ് ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഗ്രെയിൻ സൈസും ആ ഗ്രെയിൻ സൈസിൻ്റെ കൺട്രോളും, ഈ ഗ്രെയിൻ സൈസിൻ്റെ നമ്പറും അതിൻ്റെ സൈസും ആണ് ഇതിൻ്റെ പ്രോപ്പർട്ടി എല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിനെ 2 കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ 2 സ്റ്റേജാക്കിയ ന്യൂക്ലിയേഷനും ഗ്രോത്തും അതിൻ്റെ റേറ്റ് ഓഫ് ന്യൂക്ലിയേഷനും റേറ്റ് ഓഫ് ഗ്രോത്തുമാണ് ഈ ഗ്രെയിൻസിൻ്റെ നമ്പറിനെയും സൈസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ. റാപ്പിഡ് കൂളിംഗ് കാരണം സ്പീഡായിട്ട് നമ്മളൊരു സാധനത്തിനെ കൂൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസസ് സ്മോൾ ഗ്രെയിൻസ്, ധാരാളം ഗ്രെയിൻസ് കിട്ടും. വൈൽ
സ്ലോ കൂളിംഗ് ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഫ്യൂവർ, കുറച്ച് പക്ഷേ ലാർജ് ഗ്രെയിൻസ് ആയിരിക്കും കിട്ടുക. പിന്നെ അതർ ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ഇൻക്ലൂഷൻസ്, മെക്കാനിക്കൽ വർക്കിംഗ് പ്രോസസ്സ് ലൈക്ക് റോളിംഗ്, ഫോർജിങ്, പിന്നെ കെമിക്കൽ കോമ്പോസിഷൻ, ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ്, പിന്നെ ടൈം ഓഫ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ്. ഇതെല്ലാം അതിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന മെയിനായിട്ട് വരുന്ന 2 കാരണങ്ങൾ റേറ്റ് ഓഫ് ന്യൂക്ലിയേഷനും റേറ്റ് ഓഫ് ഗ്രോത്തുമാണ്. ഇതെല്ലാം ഓരോ കേസിൽ വരുന്ന അതർ ഫാക്ടേഴ്സാണ്, അതൊന്ന് നോട്ട് ചെയ്യാം. ഇനി അതിൻ്റെ എഫക്റ്റ് ഗ്രെയിൻ സൈസ് പ്രോപ്പർട്ടീസിൽ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? മെയിനായിട്ട് നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഫൈൻ ഗ്രെയിൻസും കൊയേഴ്സ് ഗ്രെയിനും. ഫൈൻ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഗ്രെയിൻസിനെയാണ് ഫൈൻ ഗ്രെയിൻസ് എന്ന് പറയാം. കൊയേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ലാർജ് ഗ്രെയിൻസിനെയാണ് കൊയേഴ്സ് ഗ്രെയിൻ എന്ന് പറയാം. എ ഫൈൻ ഗ്രെയിൻഡ് മെറ്റൽ പൊസസ് ഹൈ സ്ട്രെങ്ത്, ഹാർഡ്നെസ്, ഫാറ്റിക് സ്ട്രെങ്ത് ആൻഡ് റെസിസ്റ്റൻസ് ടു ഇമ്പാക്റ്റ്. ചെറിയ ഗ്രെയിൻ ആയിരിക്കുമ്പോഴാണ് അതിലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ഇമ്പ്രൂവ് ആവും. സെക്കൻഡ് പോയിന്റ്, ഫൈൻ ഗ്രെയിൻ ഓൾസോ റിസൾട്ട് ഇൻ ബെറ്റർ റെസിസ്റ്റൻസ് ടു ക്രാക്കിംഗ്, ബെറ്റർ മെഷീൻ ഫിനിഷ് ആൻഡ് ഇംപ്രൂവ്ഡ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് കൊയേഴ്സ് ഗ്രെയിനിലെ മെറ്റലിൽ ഹൈ ഹാർഡനബിലിറ്റി, ഫോർജിബിലിറ്റി ആൻഡ് ഹൈ ടെമ്പറേച്ചർ ക്രീപ്പ് സ്ട്രെങ്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. കൊയേഴ്സ് ഗ്രെയിൻഡ് മെറ്റൽസ് ലെസ് ടഫാണ്, അതുപോലെ ഗ്രേറ്റർ ടെൻഡൻസി ഫോർ ഡിസ്റ്റോഷൻ്റെ ടെൻഡൻസി കൂടുതലാണ് കൊയേഴ്സിൽ. പിന്നെ കൊയേഴ്സ് ഗ്രെയിനിൻ്റെ മെറ്റൽ അപ്ലിക്കേഷനിൽ ഹൈ ടെമ്പറേച്ചർ അപ്ലിക്കേഷനിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഇനി നമ്മൾ സ്കൂളുകളിൽ പഠിച്ച ബോണ്ടുകളെ കുറിച്ചാണ്, സോളിഡ്സിലെ ബോണ്ടുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. കാരണം ആറ്റമും മോളിക്യൂളും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് എന്താണ് ആ ഫോഴ്സ്, അതിനെയാണ് നമ്മൾ ബോണ്ട് എന്ന് വിളിക്കുക. കാരണം എപ്പോഴും ഒരു മോളിക്യൂള് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ, ആറ്റം എല്ലാം സ്റ്റേബിളായിട്ട് നിൽക്കാനാണ് എപ്പോഴും ആഗ്രഹിക്കുക. അപ്പോഴാണ് ഈ ബോണ്ട് ഫോർമേഷൻ എല്ലാം വരിക. ബോണ്ടിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പ്രൈമറി ബോണ്ട് ആൻഡ് സെക്കൻഡറി ബോണ്ട്. അതിൽ പ്രൈമറി ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇൻ്റർ അറ്റോമിക് ബോണ്ടാണ്, അതാണ് സ്ട്രോങ് ആണ്, സ്റ്റേബിളാണ് സെക്കൻഡറി ബോണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതിൽ വരുന്ന 3 ടൈപ്പാണ് അയോണിക് ബോണ്ട്, കൊവാലന്റ് ബോണ്ട് ആൻഡ് മെറ്റാലിക് ബോണ്ട്. നമുക്കറിയാം ഒരു ആറ്റമിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ അതിൻ്റെ ന്യൂക്ലിയസ് ഉണ്ടാവും. ന്യൂക്ലിയസിലാണ് പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. അതുപോലെ അതിൻ്റെ ഇലക്ട്രോൺസ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ഷെല്ലുകളിലാണ്, ഷെല്ലുകളിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ എക്സാമ്പിൾ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോഡിയത്തിൻ്റെ കേസ് എടുക്കുക. സോഡിയത്തിന് 11 ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ 11 ഇലക്ട്രോൺസ് ഉണ്ടാവും വാലൻസ് ഷെല്ലിൽ. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, മൂന്നാമത്തെ ഷെല്ലിൽ വാലൻസ് ഷെല്ലിൽ 1 ഇലക്ട്രോണ്. അത് 8 ആയ വാലൻസ് ഷെല്ലിൽ എപ്പോഴും 8ആണ് സ്റ്റേബിൾ ആവാനുള്ള ഇത്. 8 ആകുമ്പോഴാണ് ഇത് സ്റ്റേബിൾ ആണെന്ന് പറയാം. ഇനി ക്ലോറിൻ്റെ കേസ് എടുക്കുക. ക്ലോറിൻ്റെ കേസിൽ 17 നമ്പർ. അപ്പോൾ 17 ഇലക്ട്രോൺ, 2, 8, 7 അങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്. ബാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോണേ ഉള്ളൂ. 8 ആയാലേ അത് സ്റ്റേബിൾ ആവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? സോഡിയത്തിൻ്റെ കേസിൽ ഒരു ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്, അത് ഇങ്ങോട്ട് കൊടുക്കും, ക്ലോറിനിലേക്ക് കൊടുക്കും. അപ്പോൾ എന്താവും? സോഡിയത്തിന് ബാലൻസ് ഷെല്ലിൽ ഒരു ഷെല്ലങ്ങനെ അങ്ങ് പോകും, ലാസ്റ്റ് ഷെല്ലിൽ 8ഉം, അതുപോലെ ക്ലോറിന് ബാലൻസ് ഷെല്ലിൽ 8ആയിട്ട് മാറും. അപ്പോൾ ഒരു ഇലക്ട്രോണിന് കൊടുത്തതുകൊണ്ട് ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്, അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യും. ക്ലോറിന് ഒരു ഇലക്ട്രോൺ സ്വീകരിച്ചുകൊണ്ട് Cl- കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇതാണ് ഒരു ഇലക്ട്രോണിനെ മറ്റൊരാൾക്ക് കൊടുത്തിട്ട് ചെയ്യുന്നതിനെയാണ് അയോണിക് ബോണ്ട് എന്ന് പറയാം. ഇനി കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ആറ്റംസ് അല്ലാതെ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് ക്ലോറിൻ നമ്മൾ പറഞ്ഞു നേരത്തെ 17 ഇലക്ട്രോണാണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ അവസാന ബാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ വീതമാണ് ഉള്ളത്. അപ്പോൾ ഈ 7 സ്റ്റേബിൾ അല്ല, Cl ഒറ്റക്ക് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്തായിട്ട് മാറും? Cl രണ്ടും കൂടെ ഷെയർ ചെയ്യുമ്പോൾ Cl2 ആയി മാറും. ഇതിനെയാണ് കോവാലന്റ് ബോണ്ട് എന്ന് പറയാം. ഇത് ലിക്വിഡ്സിലും ഗ്യാസസിലൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇനി മെറ്റാലിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അയോണും നെഗറ്റീവ്
കാരണം മെറ്റലിൽ എപ്പോഴും പോസിറ്റീവ് അയോൺസ് ഉണ്ടാവും. ആ പോസിറ്റീവ് അയോണും അതിൻ്റെ ബാലൻസിൽ കുറേ നെഗറ്റീവ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇവ തമ്മിലുള്ള ഒരു അട്രാക്ഷൻ ഉണ്ട്. ആ അട്രാക്ഷനെയാണ് നമ്മൾ മെറ്റാലിക് ബോണ്ട് എന്ന് പറയാം. എന്നാൽ പോസിറ്റീവ് അയോൺസ് ഇവിടെ കാണുന്നുണ്ട്. ഈ റെഡിൽ കാണിച്ച ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് എന്ന് കാണുന്നതെല്ലാം വാലൻസ് ഇലക്ട്രോൺസ് ആണ്. ഈ പോസിറ്റീവും നെഗറ്റീവും കാരണം ഒരു പോസിറ്റീവും ഡിഫറെൻറ്റ് ചാർജ് ആയതുകൊണ്ടുള്ള ഒരു മ്യൂച്വൽ അട്രാക്ഷൻ ഉണ്ടാവും. ആ അട്രാക്ഷൻ ആണ് മെറ്റാലിക് ബോണ്ട് എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇത് കമ്പാരിസൺ ആണ് അയോണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്, മെറ്റാലിക് ബോണ്ട്. അതൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ മെറ്റൽ ഡിഫക്ട്സുകൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.